നമസ്തേ. ജയ് ശ്രീകൃഷ്ണ. ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗം. ശ്ലോകം 7. യസ്തിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈഃ കർമ്മയോഗം അസക്തഃ വിശിഷ്യതേ. അർജുന, ആരാണോ ജ്ഞാനേന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് അടക്കിയിട്ട് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗത്തെ കർമ്മഫലത്തിൽ ആഗ്രഹമില്ലാതെ ആചരിക്കുന്നത്, അവൻ വിശിഷ്ടനാണ്. മനസ്സിൻ്റെ നിയന്ത്രണത്തിലൂടെ ഇന്ദ്രിയങ്ങളെ വശപ്പെടുത്തി കർമ്മേന്ദ്രിയങ്ങളാൽ തൻ്റെ കർത്തവ്യകർമ്മങ്ങൾ നിർവഹിക്കുകയും അതിൻ്റെ ഫലത്തിൽ ആസക്തിയില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് ശ്രേഷ്ഠൻ. മുൻ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ കപടാചാരിയെക്കുറിച്ചാണ് പറഞ്ഞത്. പുറമേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് പോലെ കാണിച്ചാലും മനസ്സിൽ വിഷയാസക്തി നിറഞ്ഞു നിൽക്കുന്നവൻ യഥാർത്ഥ യോഗിയല്ല. എന്നാൽ ഈ ശ്ലോകത്തിൽ യഥാർത്ഥ കർമ്മയോഗിയുടെ ലക്ഷണമാണ് വിവരിക്കുന്നത്. ആദ്യം മനസ്സിനെ നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളെ ശരിയായ വഴിയിൽ നയിക്കണം. തുടർന്ന് സ്വന്തം കർത്തവ്യങ്ങൾ ആത്മാർത്ഥമായി നിർവഹിക്കണം. പ്രവർത്തന ഫലങ്ങളോടുള്ള അമിതമായ ആഗ്രഹമോ മമതയോ ഉണ്ടാകരുത്. ഞാനാണ് ചെയ്യുന്നത്, എനിക്കിതിൻ്റെ ഫലം കിട്ടണം എന്ന ചിന്തകളില്ലാതെ പ്രവർത്തിക്കണം. ഇത്തരം നിഷ്കാമ കർമ്മമാണ് കർമ്മയോഗം. അത് മനുഷ്യനെ ആത്മീയ പുരോഗതിയിലേക്കും മനഃശാന്തിയിലേക്കും നയിക്കുന്നു. ഫലാസക്തിയില്ലാതെ കർത്തവ്യം ചെയ്യുക, മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ജീവിക്കുക. അങ്ങനെയുള്ളവനാണ് യഥാർത്ഥ കർമ്മയോഗിയും ശ്രേഷ്ഠനും. ഹരേ കൃഷ്ണ. നന്ദി.